2 പേര് നിതീഷിന് സൈക്കിൾ കൊടുത്തു. അവിടെ റോഡിലെങ്ങും ബസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ സൈക്കിൾ എല്ലാവരും പോകുന്നത് ട്രാക്ടറിലാണ്. ഇവിടുന്ന് പോയ IAS ഓഫീസർമാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചങ്ക് വെളി വരുമെന്ന് പറഞ്ഞു. ഈ ഒബ്സർവറായിട്ട് പോകുന്നവരെ, ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോകും. അവർ പറയും ഞങ്ങൾ പോവില്ല, അര കിലോമീറ്റർ പോകുമ്പോഴേക്കും നമ്മുടെ അര മണിക്കൂർ യാത്ര ചെയ്ത് കഴിയുമ്പം കുടുങ്ങി. കാരണം റോഡുകളൊന്നും പ്രോപ്പറല്ല. ഈ ട്രാക്ടർ തന്നെ കടയെന്നാണല്ലോ പോകുന്നത്. ഇതിന് പുറമെ ഈ റോഡുകളെല്ലാം വെറും തല്ലിപ്പൊളികളായിരുന്നു. ഇതെല്ലാം നിതീഷ് കുമാറിൻ്റെ പരിപാടിയാണ്. ഇതെല്ലാം പക്കാ റോഡുകളാക്കി. കുട്ടികൾ മണ്ണെണ്ണ വിളക്കിലിരുന്നിൻ്റെ മൂക്കിലും എല്ലാം കണ്ണിലും എല്ലാം കരികയറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വന്നു, എല്ലാ ഗ്രാമത്തിലും ഇലക്ട്രിസിറ്റി. പെൺകുട്ടികൾക്ക് സൈക്കിൾ, കാരണം ബസ്സിലൊന്നും പോകാൻ പറ്റില്ല, അവർ ഈ ട്രാക്ടറിൻ്റെ പുറത്തേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെ അവിടുത്തെ വലിയ വിപ്ലവങ്ങളാണ്. ഇങ്ങനെ താഴെത്തട്ടിലെ ജനങ്ങളുടെ പൾസ് ഈ നിതീഷിനും അറിയാമായിരുന്നു, നരേന്ദ്രമോദിക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഇപ്പോഴും ജനങ്ങൾ സ്നേഹിക്കുന്നത്. അല്ലാതെ അവിടെ അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ പോരാ, എൻ്റെ വോട്ട് ചോരി യാത്രയ്ക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷേ വോട്ട് ചെയ്തപ്പോൾ നരേന്ദ്രമോദിക്ക് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് വലിയ വികാരമുണ്ട് അതിലൊക്കെയോ, ഞങ്ങളെ ഇങ്ങനെയൊക്കെ രക്ഷിച്ചത് ഇവരാണ് എന്ന രീതിയിൽ.